ഹലോ, ഹിന്ദി ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് കേട്ടോ. 5ാം ക്ലാസ്സിലെ ദുലാരെ പൽ എന്ന് പറയുന്ന പാഠഭാഗത്തുനിന്ന് വരുന്ന ഒരു കവിതയാണ് ധൂപ് ആ ഗയി. ഈ പറയുന്ന ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ ദുലാരെ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള, പൽ എന്ന് പറഞ്ഞാൽ നിമിഷം, മനോഹരമായ നിമിഷം. ഈ മനോഹരമായ നിമിഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 മാസം മുന്നേ ഒന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഭയങ്കര ചൂടാണ്. ചുറ്റിനും നോക്കുമ്പോൾ എന്താ, എല്ലാം വാടിക്കരിഞ്ഞ് നിൽക്കുക. നിങ്ങളും വാടിത്തളർന്ന് അല്ലേ? ഇലയില്ല, പൂവില്ല, ഒന്നുമില്ല. പക്ഷികളൊക്കെ ഇങ്ങനെ വെള്ളം കിട്ടാതെ ഇങ്ങനെ നടക്കുകയാണ്, പറന്ന് നടക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആകെ ഒരു എന്താ പറയുക, ആകെ നമുക്ക് മൊത്തത്തിലൊരു അകവും പുറവും ഒക്കെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ അല്ലേ? മെയ് ഒക്കെ അവസാനമാകുമ്പോഴത്തേനും നമുക്ക് മഴ കിട്ടും. മഴ കിട്ടിക്കഴിയുമ്പോൾ എന്താ, എല്ലാവർക്കും സന്തോഷം. പക്ഷികൾക്ക് സന്തോഷം, ചെടികൾക്ക് സന്തോഷം. അവർ പതിയെ തളിർക്കാൻ തുടങ്ങും, പൂവിടാൻ തുടങ്ങും അല്ലേ? അതിങ്ങനെ സുഗന്ധം പരത്തി നമുക്ക് കാണുന്നവർക്കൊരു സന്തോഷമാണ്. പക്ഷികളിങ്ങനെ പറന്ന് നടക്കുന്നു, ചലച്ച് ഇങ്ങനെ നടക്കുന്നു. ഇതൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകളിൽ വരുന്ന ഈ കാഴ്ചകളെല്ലാം കൊണ്ടുവരുന്ന ഒരു കവിതയാണ് ഏത്? ധൂപ് ആ ഗയി എന്ന് പറയുന്നത്. ധൂപ് ആ ഗയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ധൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണമാണ്. കിരണം വന്നു, അതായത് പ്രഭാതം വന്നു അല്ലേ? പ്രഭാതത്തിലെ കിരണം വന്ന കാര്യമാണ് ഈ പറയുന്നത്. ധൂപ് ആ ഗയി സുബഹ് കി. രാവിലത്തെ പ്രഭാത കിരണങ്ങൾ വരികയാണ്. ഈ പ്രഭാത കിരണങ്ങൾ വന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കലിയ പ്യാരി മെഹക്കി. പ്യാരി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലേ? അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലിയാം എന്താണ്? പൂമുട്ടുകൾ എന്താണ്? സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂമുട്ടുകൾ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കലിയ ക്യാരി മെഹക്കി. ക്യാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടത്തിൽ ഉള്ള ഈ പൂക്കൾ മുഴുവൻ അല്ലേ? ഇതെല്ലാം സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കലിയ ഇത്തനി സാരി മെഹക്കി. ഇത്തനി സാരി എന്ന് പറഞ്ഞാൽ ഇത്രയും നിറഞ്ഞ അല്ലേ? ഈ പൂന്തോട്ടത്തിലുള്ള എല്ലാ ചെടികളും സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മുട്ടുകളും സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കലിയ എന്താണ്? പൂമുട്ടുകളാണ്. മെഹക്കന എന്ന് പറഞ്ഞാൽ സൗരഭം പരത്തുക. അപ്പം ഇതാണ് ഈ 4 വരികളിൽ പറയുന്നത് അല്ലേ? പ്രഭാത കിരണം വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൂമുട്ടുകൾ വിടർന്ന് അതിങ്ങനെ സൗരഭം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിലാകെയുള്ള പൂക്കൾ ഇങ്ങനെ സൗരഭം പരത്തി കാണാനൊരു മനോഹരമായ കാഴ്ചയായി നിൽക്കുകയാണ്. അടുത്തത് ഹവ ബഹ്റഹി ഠണ്ടി. അപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണത്? ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, ഠണ്ടി തണുത്ത. അപ്പം നമ്മുടെ കാറ്റിങ്ങനെ തണുത്ത് വീശുകയാണ്. ബഹ്ന എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നുണ്ട്, വീശുക എന്നുണ്ട്. കാറ്റിന് നമുക്ക് ഒഴുകുക എന്ന് പറയില്ലല്ലോ, കാറ്റ് വീശുക. അപ്പം നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഘൂം രഹി വഹ് ബഹക്കി. അതിങ്ങനെ എന്താണ്, ഇങ്ങനെ ഒഴുകുന്ന പോലെ ഇങ്ങനെ നല്ല ഘൂമന ചുറ്റുക, ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉടുത്തി ആയി ചിടിയ. ഉടുത്തി പറന്ന് ആരാ വരുന്നത്? പക്ഷികൾ വരികയാണ്. ചിടിയ പക്ഷികൾ. ഉടുത്തി പറന്ന് പക്ഷികൾ വരികയാണ്. ഫുദക് കർ വേഭി ചെഹക്കി. അവരെങ്ങനെയാണ്? ഇങ്ങനെ ചെലച്ചോണ്ട് ഇങ്ങനെ എന്താണ്, പറന്ന് കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഇതൊക്കെ എത്രയാണ്? ഇതൊക്കെ നമ്മൾ പ്രഭാതത്തിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലേ? എന്താക്കിയ നല്ല തണുത്ത കാറ്റ്, അതുപോലെ പറന്ന് ചെലച്ച് നടക്കുന്ന പക്ഷികൾ. ഇതാണ് പാഠം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.